ചക്ക നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാൽ അളക്കുമ്പോ ബീഡി വലിക്കരുത്. എന്നാ ബീഡി അളക്കുമ്പോ പാല് വലിക്കാം. തറുതല്ല പറയുന്നടാ. ഈ അവന്റെ അനിയനാണെന്ന് നോക്കില്ല, ഒറ്റ ചവിട്ടിച്ചെറി ഞാൻ. എന്റെ അനിയനോ? പിന്നെ എന്റെ അനിയന ഹരിയന്വേഷ് വന്നല്ലേ, ഒന്നും തരണ്ട. ഈ കിട്ടിയതിനെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതെ, നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോ നമ്മുടെ ചെരുപ്പ് ആരെങ്കിലും എടുത്തിട്ടുണ്ട് പോയാൽ കിട്ടിയ ചെരുപ്പ് ഇട്ടുണ്ടെങ്കിൽ പോരില്ലേ? അങ്ങനെ കരുതിയാ മതി. അതെ. നല്ല അനിയന, നീ എടുത്തോ. എന്റെ ഹരി ദേ പോണു. അതാ ശ്വേത, നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? അതാ എന്റെ പൂജ. ഞാനും കാണുന്നുണ്ട് ആ കണ്ണുകളിലെ പ്രണയം. നിങ്ങൾ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ പ്രണയം? എന്റെ സൈസ് ഒപ്പിച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ടോ? അനിയനല്ലെങ്കിലും ഞാൻ നിനക്ക് ടൊർണം തന്നു. നമ്മുടെ അച്ഛൻ പോലും എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. നോക്കടാ, അവന്മാര് വായും കീറി കറങ്ങുന്ന കണ്ട. മല്ല് കണ്ട ഇന്നിവിടെ തീ പാറും. श्वेता, भैया बस बस देखना ഇവനാരടാ? ഹിറ്റ്ലർ മാധവൻ കുട്ടിയോ? ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. നീ ആ പെൺകുട്ടികളെ കണ്ടില്ലേ? അവനും അവരും ഒരേ അച്ചിൽ വാർത്തെടുത്ത പോലെയല്ലേ ഇരിക്കുന്നത്? അവന്റെ അതേ കണ്ണുകൾ, അവന്റെ അതേ മൂക്കുകൾ. വേറൊന്നും അവനെ പോലെ ആകാതിരുന്നാ മതിയായിരുന്നു. സ്വഭാവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അധികം നീ ഉദ്ദേശിക്കണ്ട. അതല്ലടാ, ഇവൻ ഇവിടെ വെറുതെ നിന്ന് ജീവിതം പാഴാക്കണ്ടെന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കൂടെ കുടിക്കോ, ഞാൻ പഞ്ചർ ഒട്ടിക്കാൻ പഠിപ്പിക്കാം. ഒട്ടിക്കാനല്ല, പിന്നെ ഒട്ടാൻ. ഒട്ടാനാ? നിനക്ക് അവനെ കൊണ്ട് ഹരിയാണെന്ന് പറയിപ്പിക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ. എന്ത്? ഒട്ടുക. അവളുമായിട്ട്, ആ പൂജയുമായിട്ട്. എന്തിന്? ഒട്ടുപാല് ചവിട്ടി വലിക്കുന്ന പോലെ മല്ലു ഇവനെ ചവിട്ടി വലിക്കുന്നത് കാണാനോ? അല്ലെങ്കിൽ ഈ പ്രേമത്തിന്റെ കാര്യം നീ പരീക്കുട്ടിക്ക് ചൊറിച്ചില്ല.